അമ്മച്ചി ചൈന ഇതുവരെ എത്തിയില്ലല്ലോ. വിളിച്ചിട്ട് കോള് കിട്ടണില്ല. ഇവനിതെവിടെ പോയി കിടക്ക? കൊടുക്ക ലിസിയെ, കോരെ കാണുന്നില്ലല്ലോടി. നാത്തൂനോട് ചോദിക്കും. മണി 2 അതെ. ഇവനെവിടെ പോയി കിടക്ക? പെങ്ങളെ അവനെന്തേ വിളിച്ചിട്ട് കിട്ടുന്നില്ല? എടാ ഞാനും വിളിച്ചിട്ട് കിട്ടുന്നില്ല. നീ നിന്റെ ഫോണിൽ ഒന്നുകൂടെ വിളിച്ചു നോക്കിയേ. എത്ര നേരം എന്നറിയ വിളിച്ചോണ്ടിരിക്കുക. മാതാവേ, എന്റെ കുഞ്ഞെന്താ ഫോണൊക്കെ ബെല്ലടിക്കുന്നുണ്ടോ? റിങ് ചെയ്യുന്നുണ്ട്, എടുക്കുന്നില്ല. ഞാൻ വിളിച്ചിട്ടും എടുക്കുന്നില്ല. എടാ നമുക്കൊരു കാര്യം ചെയ്താലോ? അങ്ങ് കഴിച്ചാലോ? വന്നിരിക്കുന്നതെല്ലാം വിശന്നിരിക്കുമല്ലേ? എന്താ നീ പറയുന്നത്? കഴിക്കാൻ വേണ്ടിട്ടാണോ ഇത്രയും ദൂരം നണ്ടി കുട്ടനാട് വന്നിരിക്കുന്നത്? അവൻ വരാണ്ട് ഇവിടെ ആരും കഴിക്കുന്നില്ല. അവൻ വല്ല തിരക്കിലും പെട്ടതായിരിക്കും. എന്ത് തിരക്ക്? ഞങ്ങൾ ഇന്ന് കെട്ടുറപ്പിക്കാൻ വരുമെന്ന് ഞങ്ങൾ നേരത്തെ വിളിച്ചു പറഞ്ഞല്ലേ? ഇത് ചതിയാ, വാക്ക് വ്യത്യാസം. പെങ്ങൾ അറിയാണ്ട് ഇവിടെ ഇതൊന്നും നടക്കുകയില്ല. എന്നാ കോപ്പ പറയുന്നേ? പോകുന്ന വഴിക്ക് വേറെ ഹോട്ടലുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് എങ്ങനെ കഴിച്ചോളാം. കാത്തിരിക്കല്ലേ മറ്റേ എവിടെ? ഇറങ്ങി. അതെ, അപ്പൊ ഞാൻ കേട്ടതല്ല നേരാ. നീ എന്നാ കേട്ടെന്നോ? എടാ നീ കിടന്ന് തുള്ളാതെ കാര്യം. അതാണ് ചെക്കനെ ഏതോ വിജാതീയ പെണ്ണുമായിട്ട് പ്രേമത്തിലാണ്. ചുമ്മാ അനാവശ്യം പറയരുത് കേട്ടോ. അവൻ അനാവശ്യം കാണിക്കാം. ഇതോടെ കഴിഞ്ഞല്ലോ ഇല്ല. നീ വാടി. ലിസി, നിന്നോടാ പറഞ്ഞത് വരാൻ. അമ്മച്ചി, എന്താ അമ്മച്ചി വിഷമിക്കണ്ട, ഞാൻ പോയിട്ട് വരാം. ശരി. സത്യം പറഞ്ഞാ ഈ സർക്കാർ ജോലി തന്നെ വേണമെന്ന് വെച്ചത് എൻ്റെ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയാ. അങ്ങനെയെങ്കിൽ അമ്മക്ക് ഇഷ്ടമുള്ള ആളെ കല്യാണം കഴിച്ചൂടെ? അതെ, താൻ പറഞ്ഞ ശരിയാ. അത് പിന്നെ ഈ ജോലി എപ്പോൾ വേണമെങ്കിലും നമുക്ക് വേണ്ടെന്ന് വയ്ക്കാം. പക്ഷെ ഇഷ്ടപ്പെട്ട പെണ്ണിനെ വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കാവില്ലല്ലോ. റായലമ്മോ, പേടിച്ചു പോയല്ലോ. എന്നാ പറ്റി? ഇഷ്ടത്തെ കിടക്കുന്നേ? ഓ, മൂട് ശരിയല്ലെന്നോ. തണുപ്പിക്കാൻ വല്ല ഉണ്ടോന്ന് നോക്കട്ടെ, ഇപ്പൊ എടുത്തോണ്ട് വരാം. എടുത്തോണ്ട് വരാം. അല്ല വേണ്ടല്ലേ, പണി പണിയെന്ന് തോന്നുന്നു. എന്നാ മജി? ഞാൻ തേക്കും തടത്തിൽ മാത്തച്ഛൻ ഭാര്യ റാഹിൽ. നീ ആരോടോ? അത് റായലമ്മയ്ക്ക് അറിയത്തില്ലയോ? ഞാൻ മാത്തച്ഛന്റെ മോൻ. ആ മാത്തച്ഛൻ വാക്ക് വ്യത്യാസം കാണിച്ചിട്ടില്ലടാ. ആണായ മനസ്സിലുള്ള തുറന്നു പറയാനുള്ള തന്റെ ഇടം വേണം. നിന്റെ അപ്പനെ പോലെ മാറി നിക്കടാ അങ്ങോട്ട്. താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ കോളുകൾ സ്വീകരിക്കുന്നില്ല. ദയവായി താങ്കൾ വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ഈശോ
രാഹുലമ്മേ, രാഹുലമ്മേ, ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. രാഹുലമ്മേ, ഞാൻ അച്ഛാ, എനിക്ക് അവളെ ഇഷ്ടമാണ്. പക്ഷെ ഞാനിങ്ങനെ പള്ളിയാട്ടൊക്കെ നടക്കുമ്പോഴത്തേക്കും നാട്ടുകാരും സ്വന്തക്കാരും ഒക്കെ എന്തു പറയും? എനിക്ക് നമ്മുടെ സഭയിൽ നിന്നൊരു കൊച്ചുമതി അച്ഛാ. നമ്മുടെ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ അന്യജാതിക്കാർ കല്യാണം കഴിക്കരുതെന്ന്? ബൈബിളിലുണ്ടോ? ഇല്ല. സഭ അതൊരു ചട്ടക്കൂടാണ്. ഒരു വിശ്വാസിക്ക് അത് അനുസരിക്കാം, അനുസരിക്കാതിരിക്കാം. പിന്നെ സഭയിൽ നിന്ന് തന്നെ ഒരു കൊച്ചിന് വേണമെന്നുണ്ടെങ്കിൽ ചേച്ചി ആ കൊച്ചിനെ വിളിച്ച് സമ്മതമാണെങ്കിൽ മാവസ് നോക്ക്. അങ്ങനെ വരുമ്പോ നമ്മുടെ സഭയിൽ നിന്ന് തന്നെ ആവുമല്ലോ. അപ്പൊ അച്ഛൻ പറയുന്നത് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കണമെന്നാണോ? ഞാനെന്നല്ല, ബോധമുള്ള ആരാണെങ്കിലും അതേ പറയൂ. നമ്മളായിട്ട് എന്തിനാ അവരുടെ ജീവിതം തുലയ്ക്കണത്? എനിക്ക് നരകത്തിൽ പോണ്ട ചേച്ചി. പരസ്പരം സ്നേഹിക്കുന്നവര് ഒന്നിക്കട്ടെ. എന്നാ ശരി അച്ഛാ. ശരി. ദൈവം സ്നേഹമാണ്. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിലും ദൈവം അവനിലും വസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുമിശിഹായ്ക്കും സ്തുതി. നീ എന്താ അമ്മച്ചിക്ക് സ്തുതി ആരാതെ പോന്ന്? അത് പിന്നെ ഞാൻ തരുന്ന സ്തുതിയൊന്നും അമ്മച്ചി വാങ്ങിക്കാറില്ലല്ലോ. ഞാൻ ആകെപ്പാട് ചെയ്ത തെറ്റ് എൻ്റെ ഇഷ്ടം അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞില്ലെന്നല്ലുള്ളൂ. നമ്മുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് മുതലാടാ നീ അമ്മച്ചിയെ മറിക്കാൻ തുടങ്ങി? അമ്മമാരെപ്പോഴും സ്വാർത്ഥരാടാ. അവരുടെ ലോകത്തിന്റെ വലിപ്പം അവരുടെ മക്കളിൽ ഒതുങ്ങി നിൽക്കുവാടാ. നീ വളർന്നൊന്നും ഈ അമ്മച്ചി അറിഞ്ഞില്ല. നീ എന്നും എനിക്ക് എന്റെ കുഞ്ഞു കോര തന്നെയാടാ. ഞാൻ നീ മാത്രമുള്ള ലോകത്തിലേക്ക് വേറെ ആള് വരുന്നതിന് ഞാൻ എന്റെ ഇഷ്ടം മാത്രം നോക്കിയുള്ളൂ. നമ്മുടെ ലോകത്ത് നമ്മൾ മാത്രം മതി അമ്മച്ചി. എന്റെ അമ്മച്ചിങ്ങനെ കരയുന്നത് എനിക്ക് കാണാൻ പറ്റില്ല അമ്മച്ചി. എന്റെ മോനെ, എന്റെ അമ്മച്ചിങ്ങനെ കരയുന്നത് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മച്ചി. മോനെ കരയണ്ടടാ. വേറെ ആരും വേണ്ട അമ്മച്ചി. നമ്മുടെ വേറെ ആരും വേണ്ട മോനെ, അമ്മച്ചി നിനക്ക് വാങ്ങിത്തരുന്നതിന് ഒന്നിനു പകരം മറ്റൊന്നുണ്ടായിരുന്നടാ. പക്ഷെ നിന്റെ ജീവിതത്തിലേക്ക് വരുന്ന പെണ്ണിന് വേറെ ഓപ്ഷൻ ഇല്ലടാ. അത് നിന്റെ ഇഷ്ടം തന്നെ. ശരി, അവള് നല്ല കുട്ടിയാടാ. അമ്മച്ചിക്ക് അവളെ ഭയങ്കര ഇഷ്ടം. അവള് നിന്നെ പൊന്നുപോലെ നോക്കും. അവൾ എന്നെ പൊന്നുപോലെ നോക്കൂടാ, അതെനിക്ക് ഉറപ്പാ. പക്ഷേ ഒരു കാര്യമുണ്ട്, അവള് മാമോദിസ മുങ്ങണം. മക്കളുടെ കല്യാണമേ പള്ളി വെച്ച് തന്നെ വേണം. ഇല്ലെങ്കിൽ അമ്മച്ചിയുടെ ഗുണം മാറും. ഇതെങ്ങനെയുണ്ട് മാഡം? അയ്യോ, ഇത്രയും ചെറുതല്ല. പിന്നെ എന്ത് പ്രായം കാണും? ആർക്ക് വേണ്ടിയാ? നമ്മുടെ ഗൗതമിക്ക. ഞാൻ എന്റെ മോളാക്കുക അവളെ.
വേറെ എടുക്കാം മേഡം. ഇത് ഈ ഇതിനൊക്കെ കുറച്ചും കൂടി വർക്കുള്ളത്. ആ ഇത് കൊള്ളാമല്ലോ. ആനന്ദേട്ടോ, എന്താടാ കുട്ട? അല്ല എന്നാ അവിടെ പർച്ചേസ് നല്ല കാര്യമായിട്ടുണ്ടല്ലോ. നമ്മുടെ ഗൗതമിക്കുള്ള ഡ്രസ്സാ അവര് പർച്ചേസ് ചെയ്തോണ്ടിരിക്കുന്നത്. എന്തിന്? അവളെ മാമസ് നമുക്ക് അവൻ കെട്ടാൻ പോവാ. ഇത് കൊള്ളാം. കറിയാച്ചോ, ഓ താൻ ഭയങ്കര ഭാഗ്യവാനാടോ. എന്താ? ദേ ഇത്ര കൈപ്പുണ്യുള്ള ഭാര്യയെ കിട്ടിയില്ല തനിക്ക്. അത് ശരിയാ, അവനും എൻ്റെ അമ്മയ്ക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. അതും ശരിയാ. ആ അച്ചോ, അല്ലേ തന്നെ ഈ അൽമായർക്ക് സഭയോട് വലിയ താല്പര്യമൊന്നും ഇപ്പൊ ഇല്ല. അതിനിടയില പെങ്ങളുടെ ഈ തീക്കളി. കറിയാച്ചോ, ഓ. എന്തും ഏതും 7 വട്ടം ആലോചിക്കണമെന്നാ കർത്താവ് പറഞ്ഞിട്ടുള്ളത്. ആ, അതും പിടിച്ചാലോചിക്കണ്ട, അവിടെ വെച്ചോ, ഞാൻ പിന്നെ തീർത്തോളാം. കർത്താവ് അങ്ങനെ പലതും പറയും. അച്ഛൻ ഇപ്പൊ എന്ത് പറയുന്നു എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. അച്ചോ, ആ എന്താ? ഈ ഗ്രേസി കൊച്ചിനെ വിഷമിപ്പിച്ചിട്ടേ വേറൊരു പെണ്ണിനെ കെട്ടി സുഖമായി കഴിയാമെന്ന് അവൻ കരുതണ്ട. അവന് ഞാനൊരു പാഠം പഠിപ്പിക്കും. വേണം, പഠിപ്പിക്കണം. അതിനാ വെള്ളിപ്പുരക്കലച്ചൻ സമ്മതിക്കണ്ടേ? ആര് വെള്ളിപ്പുരയ്ക്കണോ? അയാൾ എന്റെ കൊച്ചച്ഛനായിട്ട് 5 വർഷം ഇരുന്നതാ. ഞാൻ പറയുന്നതിനപ്പുറം അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും ചാലിക്കുകയല്ല. അതിന് ഞാൻ ഗ്യാരണ്ടി. അതും ഒരു വലിയ കുടുംബത്തിന്റെ അത്താണിയാണ് ആ പെൺകുട്ടി. അവൾക്കൊരബദ്ധം പറ്റി. നമുക്ക് അവളെ പറഞ്ഞു മനസ്സിലാക്കാം. കർണേട്ടാ, അതിവിടെ നടപ്പാവില്ല. ഇപ്പൊ തന്നെ അവർ തീരുമാനം എടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊന്നും ഇവിടെ ശരിയാവില്ല. കണ്ട വരുത്തന്മാരൊക്കെ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ പെൺകുട്ടികളെ പ്രേമിച്ച് വശീകരിച്ച് വലയിലാക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലുണ്ട്. അതൊന്നും ഇവിടെ അംഗീകരിക്കാൻ പറ്റില്ല. അതൊന്നും നടപ്പിലാവില്ല. സെക്രട്ടറി പറഞ്ഞാണ് ശരി. നമ്മുടെ കൂട്ടത്തിൽ നല്ല കുട്ടികളുണ്ടല്ലോ. അതെ, പിന്നെ എന്തിനാ അന്യജാതി തേടി പോണത്? ഉണ്ണി പറഞ്ഞത് വളരെ ശരിയാണ്. പിന്നെ ആനന്ദനൊന്നും പറഞ്ഞില്ല. ആ കുട്ടിക്കൊരു ജീവിതം കൊടുക്കാൻ ഞാനിപ്പോഴും തയ്യാറാ. അനന്തൻ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. ഇനി കൂടുതൽ ആലോചിക്കാൻ എന്താ? അതങ്ങ് നടത്തി കൊടുക്കണം. പണിക്കരിയേട്ടൻ പറഞ്ഞാണ് കാര്യം, അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. ആ കുട്ടി പഞ്ചായത്ത് ഓഫീസറാണെന്നാ കേൾക്കുന്നത്. പഞ്ചായത്ത് ഓഫീസർ ആണെങ്കിൽ എന്താ? ആനന്ദൻ മോശമാണോ? ജാതിയും മതവും സമുദായവും ഒക്കെ വേണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നതേ ഞങ്ങൾ സമ്മതിക്കില്ല. നമ്മളിങ്ങനെ പിന്തിരിപ്പന്മാരാവരുത് എന്നാണ് എന്റെ പക്ഷം. കർണേട്ടാ, നിങ്ങളെ ഈ ആനന്ദന് വലിയ ബഹുമാനമാണ്. അതില്ലാതാക്കരുത്. നിങ്ങളിവിടെ തന്നെ കാണണം. തീരുമാനം പറഞ്ഞിട്ട് വന്നാൽ മതി. ആ ഞാൻ പറയാം. കർണേട്ടൻ പറയുന്ന അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം കർശനമായിട്ട് നടപ്പിലാക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. കർണേട്ടനത് അംഗീകരിക്കണം. അതാ ശരി. നമ്മളെല്ലാ കാര്യങ്ങളും ക്ഷമിച്ച് വിട്ടുകൊടുക്കണം. പിന്നെ അതിനെ നേരം ഉണ്ടാവുള്ളൂ.